അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? അവരെന്താണ് നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഏതൊരു സിറ്റുവേഷനിലാണോ, മേ ബി നിങ്ങളൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അത്രമാത്രം വാല്യൂ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് തോന്നുന്നൊരു സമയമാണ്. ഓക്കെ. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്ട്രെങ്ത് കുറവുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇത് സ്റ്റാർട്ടിങ് സമയത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതിന് കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കാം. ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോടൊന്നും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണിപ്പോൾ. ഓക്കെ. യെസ്. ഡെഫിനിറ്റ്ലി ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആ വ്യക്തിക്ക് ഒരു കാര്യങ്ങളും ആ വ്യക്തിയുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നില്ല. ആ വ്യക്തിക്ക് ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്തരമൊരു ഫീലിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഓക്കെ. യെസ്. ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ മറ്റ് ഒരു കാര്യം കൂടി ആ വ്യക്തിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി ചിലപ്പോൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ഉള്ളത്. ഓക്കെ. യെസ്. ലവേഴ്സ് കാർഡ്. തീർച്ചയായിട്ടും ഇതിൽ ട്വിൻ ഫ്ലെയിം എനർജി ഉള്ള ആൾക്കാർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾക്കും ഇതൊരു മിസ് ഫീലാണ്. ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം നിങ്ങൾ ഒരുപാട് അടുത്ത് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നിവിടെ വ്യക്തമാവുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ കിങ് ഓഫ് കപ്സ്. യെസ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകണമെന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു തവണ പോലും ആ വ്യക്തി ചിന്തിച്ചിട്ടില്ല. ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ പ്രണയം ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കിങ് ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. യെസ്. ക്യൂൻ ഓഫ് വൺസ്. എന്തൊക്കെ കാര്യമാണോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. പക്ഷെ അതിനെ മാറ്റി നിർത്തിയിട്ട് പോലും ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട്. ആ വ്യക്തിയുടെ ഹാപ്പിനെസ് ആണ് നിങ്ങളെന്നാണ് ആ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആ വ്യക്തിയുടെ ലൈഫിലെ വെളിച്ചമാണ് നിങ്ങൾ. ഓക്കെ. യെസ്. വളരെ ഹാപ്പിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിലെ സന്തോഷം നിങ്ങളാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഓക്കെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഇതുവരെയും 100% മനസ്സിലാക്കിയിട്ടില്ല. പലപ്പോഴും പിണങ്ങി പോവാണ്. സിറ്റുവേഷൻസ് മനസ്സിലാക്കാണ്ട് നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുമായിട്ട് പിണങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ ഈ വ്യക്തിയോട് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തിയും ഒരു ചെറിയ ഈഗോ ഉള്ള പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോഴും നോ കോൺടാക്റ്റിലായിരിക്കാം. പക്ഷെ അതിലൊന്നും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും മിസ് ചെയ്യുന്ന ഒന്നാണ്. അത് നോ കോൺടാക്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തിയുടെ സ്നേഹം എത്രമാത്രം നിങ്ങൾക്ക് മിസ്സാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ. യെസ്. ആ വ്യക്തി എന്ത് തന്നെയായിരുന്നാലും നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു മാരേജ് ആ വ്യക്തി എപ്പോഴും സ്വപ്നം കാണുന്നൊരു കാര്യമാണ്. ഓക്കെ. ആ വ്യക്തി നിങ്ങള് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ലൈഫിലെ ഒരു ഭാഗമാക്കി കഴിഞ്ഞു ഈ ഒരു സമയത്ത് പോലും. എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും
നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫാമിലി നല്ല രീതിയിലൊരു ഫാമിലി ലൈഫാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. യെസ് ഓഫ് പെൻറ്റക്കിൾസ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം. ഇപ്പോൾ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ എല്ലാം മാറിയിട്ട് നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫ് വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ലൈഫ് വേണമെന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരാഗ്രഹവും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ. വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ട്രൂ ലവ് ആണെന്ന് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മിറർ സെൽഫ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ നോ കോൺടാക്റ്റിലാണെന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ഫീലിംഗ് എന്താണോ ആ സെയിം ഫീലിംഗ് ആണ് ആ വ്യക്തിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ അട്രാക്ഷൻ, ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. ഒരുപാട് മിസ് ഫീൽ ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. കൂടുതൽ പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും സെപ്പറേറ്റ് ആവുന്ന സമയത്തും അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് പറയേണ്ടി വരുന്നു. ഓക്കെ, ട്വിൻ ഫ്ലെയിം ടെലിപ്പതി, അതെ സെയിം കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഡ്രീമിൽ ഈ വ്യക്തിയെ കാണുക, ഈ വ്യക്തിയോട് സംസാരിക്കുക, അതുപോലെ തന്നെ ഈ വ്യക്തി ഇല്ലാത്ത സമയങ്ങളിലും ആ വ്യക്തിയുടെ വോയിസ് കേൾക്കുക. നിങ്ങൾ ഡേ ടൈമിൽ പോലും ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആണ് നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, ദിസ് കുഡ് ബി ദ വൺ. ഈ പേഴ്സൺ തന്നെ, കൂടുതൽ പേർക്കും ഈ പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് വല്ലതും കിട്ടാനുണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. ബ്ലൂ കളർ, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം ഒരു ബ്ലൂ കളർ അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫേവറേറ്റ് കളർ ബ്ലൂ ആയിരിക്കാം. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. യെസ്, തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ക്ലൂവിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ജൂലൈ മന്ത്. ഓക്കെ, ലോങ് ഹെയർ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ലോങ് ഹെയർ ഉള്ളവരായിരിക്കാം. സെൽഫ് കെയർ, ഒരുപാട് സെൽഫ് കെയർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഓക്കെ, 20, നമ്പർ 20 ആൻഡ് മാർച്ച്. ഓക്കെ, ആൻഡ് ലെറ്റർ പി.